നെക്സ്റ്റ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അനോവ ടെസ്റ്റിലേക്കും അതിൻ്റെ എക്സ്പെരിമെൻറ്റും പ്രൊസീജിയേഴ്സും അസംഷൻസും ഒക്കെ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. Analysis of variance ANOVA provides a statistical test for the variation among several groups of data by testing whether or not the means of several groups are all equal and therefore generalizes t-test to more than two groups. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അനോവ ടെസ്റ്റിൽ നമ്മൾ ചെയ്യുന്നത് ഇക്വാലിറ്റി ഓഫ് സെവറൽ ഗ്രൂപ്പ്സ് ഓഫ് മീൻ ആണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം, ജനറലൈസ് ടി ടെസ്റ്റ് എന്ന് പറയാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ ഡൂയിങ് മൾട്ടിപ്പിൾ ടു സാമ്പിൾ ടി ടെസ്റ്റ് വുഡ് റിസൾട്ട് ഇൻ ആൻ ഇൻക്രീസ് ചാൻസ് ഓഫ് കമ്മിറ്റിംഗ് എ ടൈപ്പ് 1 എറർ. ടൈപ്പ് 1 എറർ കൂടാനുള്ള ചാൻസ് ഉണ്ട് നമ്മൾ കുറേ പ്രാവശ്യം മൾട്ടിപ്പിൾ ടു സാമ്പിൾ ടി ടെസ്റ്റ് ചെയ്യുമ്പോൾ. അതുകൊണ്ടാണ് നമ്മൾ അനോവ ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഈ മെത്തേഡ് എന്ന് പറയുന്നത്, ഈ അനോവ ടെസ്റ്റിൻ്റെ മെത്തേഡ് വാസ് ഫൗണ്ട് ബൈ R.A. Fisher in 1923. നെക്സ്റ്റ് നമുക്കൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. കൺസിഡർ ദ സിറ്റുവേഷൻ where we are using various varieties of seeds in different plots. ഡിഫറെൻറ്റ് പ്ലോട്ട്സിൽ നമ്മൾ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് സീഡ്സ് യൂസ് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. When it is to test whether these seeds are vary significantly or not in terms of the yield produced, our test is to verify whether the mean yield from these plots are same or not. അപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് സീഡ്സ് ഡിഫറെൻറ്റ് പ്ലോട്ട്സിൽ ഇടുമ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഈ സീഡ്സിൽ നിന്നും കിട്ടുന്ന ഈൽഡിൽ എന്തെങ്കിലും സിഗ്നിഫിക്കൻ്റ്ലി ഡിഫറൻസ് ഉണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. അങ്ങനത്തെ കേസിലാണ് നമ്മൾ അനോവ യൂസ് ചെയ്യാന്നുള്ളതാണ്. ഹെൻസ് ദ നൾ ഹൈപ്പോത്തസിസ് is taken while applying ANOVA is that means of variable focused in different groups are equal. അപ്പോൾ നമ്മൾ നൾ ഹൈപ്പോത്തസിസ് ആയിട്ട് സെറ്റ് ചെയ്യുക എന്താണെന്ന് വെച്ചാൽ, നമ്മളെ ഈ വേരിയബിൾസിൻ്റെ മീൻ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സിലുള്ള മീൻ എന്ന് പറയുന്നത് ഈക്വൽ ആണ്. അതാണ് നമ്മൾ നൾ ഹൈപ്പോത്തസിസ് ആയിട്ട് സെറ്റ് ചെയ്യുക. ഈ ഒരു ടൈപ്പ് പ്രോബ്ലംസ് ആണ് നമ്മൾ അനോവയിൽ ഫേസ് ചെയ്യുന്നത്. അനോവ ടെസ്റ്റ് അപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. In one way, ANOVA, the variation among groups of data classified based on single variable is considered. ഒരു സിംഗിൾ വേരിയബിൾ വെച്ചിട്ടാണ് നമ്മൾ വൺ വേ അനോവ ചെയ്യുന്നത്. For example, the variation in yield from plots using various seeds, the fuel efficiency of car while using tires of various brand, etc. എക്സാമ്പിളായിട്ട് നമുക്ക് എന്ത് പറയാം, ഒരു ഈൽഡിൽ ഡിഫറെൻറ്റ് പ്ലോട്ട്സിൽ നമുക്ക് വേരിയസ് സീഡ് കൊടുക്കുമ്പോൾ കിട്ടുന്ന ഈൽഡ് എന്നുള്ളത് അതിലുള്ള വേരിയേഷൻ. അതല്ലാന്നാണെങ്കിൽ കാറിൻ്റെ ടയർ ഫ്യൂവൽ എഫിഷ്യൻസിയും തമ്മിൽ എന്തെങ്കിലും ഈക്വാലിറ്റി എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്, എന്തെങ്കിലും സിഗ്നിഫിക്കൻ്റ് ഡിഫറൻസ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ. അങ്ങനത്തെ കേസിലൊക്കെയാണ് നമ്മൾ അനോവ ടെസ്റ്റ്, വൺ വേ അനോവ ടെസ്റ്റ് യൂസ് ചെയ്യുക എന്നുള്ളത്. എന്താ പറഞ്ഞത്, ഈൽഡിൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടോ വേരിയസ് സീഡ് കൊടുക്കുമ്പോൾ, അതേപോലെ ഫ്യൂവൽ എഫിഷ്യൻസി ഓഫ് എ കാർ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടോ, ഈ ടയറിൻ്റെ ബ്രാൻഡിനനുസരിച്ച് വേരിയേഷൻ ഉണ്ടോ, ഒറ്റ ഫാക്ടർ മാത്രം കൺസിഡർ ചെയ്തിട്ട് ഉള്ളതാണെങ്കിൽ നമ്മൾ വൺ വേ അനോവ ടെസ്റ്റാണ് യൂസ് ചെയ്യുക. In two-way ANOVA, the variation among groups of data classified based on two different variables are considered. രണ്ട് വേരിയബിൾസിൽ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ വേരിയേഷൻ നോക്കുന്നതെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ ടു വേ അനോവയാണ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, നമ്മൾ നേരത്തെ എക്സാമ്പിൾ നമ്മൾ എന്താ പറഞ്ഞത്, ഈൽഡാണ് ചെക്ക് ചെയ്തത് ഡിഫറെൻറ്റ് പ്ലോട്ട്സിൽ നമ്മൾ സീഡ്സ് കൊടുത്തപ്പോഴുള്ളത്. ഇനി ആ സീഡ്സിൻ്റെ മാത്രമല്ല, നമ്മൾ വേരിയസ് ഫെർട്ടിലൈസേഴ്സും ഒരേ സമയം കൊടുക്കുമ്പോൾ ഉള്ള ഈൽഡിലുള്ള വേരിയേഷനാണ് ചെക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ രണ്ട് ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന് ഡിഫറെൻറ്റ് സീഡ്സും മറ്റേത് വേരിയസ് ഫെർട്ടിലൈസേഴ്സും. അങ്ങനെ രണ്ട് ഫാക്ടേഴ്സ് ഈൽഡിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കുന്ന കേസിൽ ടു വേ അനോവയാണ്. ഇനി നേരത്തെ അതേ എക്സാമ്പിൾ തന്നെ ഫ്യൂവൽ എഫിഷ്യൻസി ഓഫ് എ കാർ നോക്കുമ്പോൾ നമ്മൾ ടയറിൻ്റെ ബ്രാൻഡ് മാത്രമല്ല പെട്രോളിൻ്റെ ബ്രാൻഡ് നോക്കുന്ന കേസ് ആകുമ്പോൾ അവിടെ രണ്ട് ഫാക്ടേഴ്സ് ഉണ്ടാവും. ആ കേസിൽ ടു വേ അനോവയാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വൺ വേ അനോവൻ്റെത് ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ സ്റ്റെപ്പ് എന്താണ്, അസംഷൻസ് എന്താണ്, അതിൻ്റെ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ചെയ്ത് നോക്കാം. അസംഷൻസ്, വൺ വേ അനോവൻ്റെ അസംഷൻ എന്ന് പറയുന്നത്, ദ പോപ്പുലേഷൻ ഫ്രം വിച്ച് ദ സാമ്പിൾസ് വർ ഒബ്റ്റെയിൻ മസ്റ്റ് ബി നോർമലി ഓർ അപ്രോക്സിമേറ്റ്ലി നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ്.
അപ്പോൾ മെയിൻ അസംഷൻ ആയിട്ട് വരുന്നത് എന്താണ്, ഈ സാമ്പിൾസൊക്കെ നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കണം, അതെല്ലാമാണ് അപ്രോക്സിമേറ്റ്ലി നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കണം എന്നുള്ളതാണ് ഫസ്റ്റ് അസംഷൻ ആയിട്ട് വരുന്നത്. സെക്കൻഡ് അസംഷൻ എന്ന് പറയുന്നത് ദ സാമ്പിൾസ് മസ്റ്റ് ബി ഇൻഡിപെൻഡൻറ്റ്, സാമ്പിൾസൊക്കെ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം എന്നുള്ളതാണ്. The variances of the population must be equal. മൂന്നാമത്തെ അസംഷൻ എന്ന് പറയുന്നത് ഈ പോപ്പുലേഷൻ്റെ വേരിയൻസ് ഒക്കെ ഈക്വൽ ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ 3 അസംഷനാണ് പറഞ്ഞത്. പോപ്പുലേഷൻ നിന്ന് എടുക്കുന്ന സാമ്പിൾ എന്ന് പറയുന്നത്, നമ്മൾ സാമ്പിൾസ് എടുക്കുന്ന പോപ്പുലേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കണം, നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കണം, അതെല്ലാമാണ് അപ്രോക്സിമേറ്റ്ലി നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കണം, സാമ്പിൾസൊക്കെ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം, വേരിയൻസ് ഓഫ് എ പോപ്പുലേഷൻ എന്ന് പറയുന്നത് സെയിം ആയിരിക്കണം. ഇനി നമുക്ക് വൺ വേ അനോവയിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോവാം. ലെറ്റ് ദ ഡാറ്റ ആർ ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു ഓൺലി വൺ ക്യാരക്ടറിസ്റ്റിക്സ്. Consider independent sample of sizes n1, n2, etc. nk from different populations with population means mu1, mu2, etc. mu k. അപ്പോൾ ഒറ്റ ക്യാരക്ടറിസ്റ്റിക്സ് അനുസരിച്ച് ക്ലാസിഫൈ ചെയ്തിട്ടുള്ള ഡാറ്റയാണെങ്കിൽ നമ്മൾ എടുക്കുന്ന ഇൻഡിപെൻഡൻറ്റ് സാമ്പിൾസ് എന്ന് പറയുന്നത് k ഇൻഡിപെൻഡൻറ്റ് സാമ്പിൾസ് ആണ്. അപ്പോൾ അതിൻ്റെ സൈസിനെ നമ്മൾ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക, n1, n2, etc. nk എന്ന് ഡിനോട്ട് ചെയ്യും. അതേപോലെ പോപ്പുലേഷൻ മീനെ നമ്മൾ mu1, mu2, etc. muk എന്ന് ഡിനോട്ട് ചെയ്യും. Then one way ANOVA is to test the arithmetic means of population from which the k samples are randomly drawn are equal to one another, or it is to test the hypothesis h0 such that mu1 equal to mu2 equal to etc. muk. അങ്ങനെയാണെങ്കിൽ നമ്മൾ അനോവ ടെസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മളെ പോപ്പുലേഷൻ്റെ അരിത്തമെറ്റിക് മീൻസ് എന്ന് പറയുന്നത് k സാമ്പിൾസിൻ്റെ അത് റാൻഡംലി ഡ്രോൺ ആയിരിക്കണം, അതൊക്കെ ഈക്വൽ ആയിരിക്കണം എന്നുള്ളത്. അപ്പോൾ h0 എങ്ങനെ ആയിരിക്കും, mu1 ഈക്വൽ ടു mu2 ഈക്വൽ ടു muk, ഫസ്റ്റ് മീൻ എന്ന് പറയുന്നത് സെക്കൻഡ് പോപ്പുലേഷൻ മീൻ എന്ന് പറയുന്നതും ഒക്കെ ഈക്വൽ ആയിരിക്കണം എന്നുള്ളതാണ് നമ്മൾ നൾ ഹൈപ്പോത്തസിസ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് പ്രൊസീജിയർ എന്താണെന്നുള്ളത് നോക്കാം. Procedure for one-way ANOVA. Let us consider we have k independent samples. Assume sample sizes are respectively n1, n2, etc. nk. The total number of items in the sample is n1, n2, etc. n1 plus n2 plus etc. nk is equal to n. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ k ഇൻഡിപെൻഡൻറ്റ് സാമ്പിൾസ് ഉണ്ടെങ്കിൽ അതിൻ്റെ സൈസസ് എന്ന് പറയുന്നത് n1, n2, etc. nk ആയിരിക്കും. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസ് എന്ന് പറയുന്നത് എന്താ, അതിൻ്റെ സമ്മാണ് n1 പ്ലസ് n2 പ്ലസ് etc. nk എന്നുള്ളതാണ്. അതിനെ നമ്മൾ സ്മോൾ ലെറ്റർ n കൊണ്ട് ഡിനോട്ട് ചെയ്യും. നെക്സ്റ്റ് നമുക്ക് സ്റ്റെപ്സ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ദ സ്റ്റെപ്സ് ഫോർ അനോവ ഫോർ ടെസ്റ്റിംഗ് h0 സച്ച് ദാറ്റ് mu1 ഈക്വൽ ടു mu2 ഈക്വൽ ടു etc. ഈക്വൽ ടു muk ആർ ലിസ്റ്റഡ് ആസ് ഫോളോസ്. അപ്പോൾ നമ്മളെ നൾ ഹൈപ്പോത്തസിസ് നമ്മൾ സെറ്റ് ചെയ്ത് h0 ഇസ് ഈക്വൽ ടു ഫസ്റ്റ് പോപ്പുലേഷൻ മീൻ ഈക്വൽ ടു സെക്കൻഡ് പോപ്പുലേഷൻ മീൻ ഈക്വൽ ടു kth പോപ്പുലേഷൻ മീൻ എന്നാണ് നമ്മൾ നൾ ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്തത്. ഇനി സ്റ്റെപ്പ് 1 നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാമ്പിൾ മീൻസ് കണ്ടുപിടിക്കണം. k സാമ്പിൾസിൻ്റെ സാമ്പിൾ മീൻ കണ്ടുപിടിക്കണം. ഒബ്റ്റെയിൻ ദ സാമ്പിൾ മീൻസ് ഓഫ് ഈച്ച് ഓഫ് ദി k സാമ്പിൾസ്. ഓരോ k സാമ്പിൾസിൻ്റെയും സാമ്പിൾ മീൻസ് ഒബ്റ്റെയിൻ ചെയ്യണം. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം, x1 ബാർ, x2 ബാർ, etc. xk ബാർ. സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് നമ്മൾ ഗ്രാൻഡ് ആവറേജ് ഓഫ് ദി എൻറ്റയർ n സാമ്പിൾ items capital X bar is found as capital X bar is equal to x1 bar plus x2 bar plus etc. xk bar whole divided by k, where k is the total number of samples. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്തത്, ഓരോ k സാമ്പിൾസിൻ്റെയും മീന് കാൽക്കുലേറ്റ് ചെയ്ത്. സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ ഗ്രാൻഡ് ആവറേജ് എടുക്കണം, ഈ മൊത്തം ആവറേജസിൻ്റെ ആവറേജസ് എടുക്കണം. അതിനെ നമ്മൾ ക്യാപിറ്റൽ എക്സ് ബാർ എന്നാണ് ഡിനോട്ട് ചെയ്യുക. ഇഫ് ദ സാമ്പിൾസ് ആർ ഓഫ് ഡിഫറെൻറ്റ് സൈസസിലാണ് സാമ്പിൾ ഉള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ് ബാർ എന്ന് പറയുക, ക്യാപിറ്റൽ എക്സ് ബാർ എന്ന് പറയുന്നത് കമ്പൈൻഡ് സാമ്പിൾ മീനായിരിക്കും. എങ്ങനെ, n1 x1 ബാർ പ്ലസ് n2 x2 ബാർ പ്ലസ് etc. nk xk ബാർ ഹോൾ ഡിവൈഡഡ് ബൈ n1 പ്ലസ് n2 പ്ലസ് etc. പ്ലസ് nk. സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് ടേക്ക് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ മീൻസ് ഓഫ് വേരിയസ് സാമ്പിൾസ് ആൻഡ് ഗ്രാൻഡ് ആവറേജ്. തേർഡ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ വേരിയസ് സാമ്പിൾ മീൻസിൻ്റെയും ഗ്രാൻഡ് ആവറേജിൻ്റെയും ഡിഫറൻസ് എന്താണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കണം.
സ്റ്റെപ്പ് 4 എന്ന് പറയുന്നത് ഫൈൻഡ് ദ സം ഓഫ് സ്ക്വയർ ഓഫ് ദീസ് ഡിഫറൻസസ്. ഈ ഓരോ ഡിഫറൻസിൻ്റെയും സ്ക്വയർ ചെയ്തിട്ട് സം ചെയ്യുക. പിന്നെ മൾട്ടിപ്ലൈ ദീസ് ഐറ്റംസ് ബൈ ദ നമ്പർ ഓഫ് ഐറ്റംസ് ഇൻ ദ സാമ്പിൾ. എന്നിട്ട് ഈ ഓരോ ഡിഫറൻസിൻ്റെയും സ്ക്വയർ ചെയ്തിട്ട് സം ചെയ്തിട്ട് ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസ് ഇൻ ദ സാമ്പിളിനെ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. ദിസ് നമ്പർ ഇസ് സം ഓഫ് സ്ക്വയേഴ്സ് ബിറ്റ്വീൻ സാമ്പിൾസ്. അതിനെ നമ്മൾ SSB എന്നാണ് ഡിനോട്ട് ചെയ്യുക. സം ഓഫ് സ്ക്വയർ ബിറ്റ്വീൻ ദ സാമ്പിൾസ് SSB. സ്റ്റെപ്പ് 5 നമ്മൾ ചെയ്യേണ്ടത് ഈ SSBനെ നമ്മൾ ഡിവൈഡഡ് ബൈ K-1 എത്ര സാമ്പിൾ സൈസാണോ ഉള്ളത് അതിൽ നിന്ന് ഒന്ന് സബ്സ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ ഇതിന് നമ്മൾ പറയുന്ന പേരാണ് മീൻ സം ഓഫ് സ്ക്വയേഴ്സ് ബിറ്റ്വീൻ ദ സാമ്പിൾസ്. എന്നിട്ട് ഈ SSB ബൈ K-1നെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് MSB എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ K-1 ആണ് നമ്മളെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വരുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്, SSBനെ നമ്മൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിനെ കൊണ്ട് ഡിവൈഡ് ചെയ്ത് അതിനെ ഡിനോട്ട് ചെയ്തതാണ് MSB എന്നുള്ളത്. സ്റ്റെപ്പ് 6 എന്താണ്, ടേക്ക് ദ ഡീവിയേഷൻ ഓഫ് വേരിയസ് ഐറ്റംസ് ഇൻ ദ സാമ്പിൾ ഫ്രം ദ മീൻ ഓഫ് ദ റെസ്പെക്റ്റീവ് സാമ്പിൾ ആൻഡ് ആഡ് ദി സ്ക്വയേഴ്സ് ഓഫ് സച്ച് ഡീവിയേഷൻ. ദിസ് നമ്പർ ഇസ് ദി സം ഓഫ് സ്ക്വയേഴ്സ് വിത്തിൻ ദ സാമ്പിൾ. നമ്മൾ സാമ്പിളിലുള്ള വേരിയസ് ഐറ്റത്തിൻ്റെ ഡീവിയേഷൻസ് എടുക്കണം വിത്ത് റെസ്പെക്റ്റ് ടു മീൻ. സാമ്പിൾ മീനിനായിട്ട് ഡീവിയേഷൻ എടുക്കാം. എന്നിട്ട് നമ്മൾ ഈ ഡീവിയേഷനെ സ്ക്വയർ ചെയ്യുക. അപ്പോൾ അതിന് നമ്മൾ പറയുന്ന പേരാണ് സം ഓഫ് സ്ക്വയേഴ്സ് വിത്തിൻ ദി സാമ്പിൾസ് എന്നുള്ളത്. സ്റ്റെപ്പ് 7 നമ്മൾ ഈ സം ഓഫ് സ്ക്വയർ വിത്തിൻ ദ സാമ്പിൾസ് SSWനെ നമ്മൾ അതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡമായ N-K കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതിനെ നമ്മൾ വിളിക്കുന്നതാണ് മീൻ സം ഓഫ് സ്ക്വയേഴ്സ് എന്നുള്ളത്. അപ്പോൾ അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുക MSW എന്നുള്ളതാണ്. 8th സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ F റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണം. F റേഷ്യോ എന്ന് പറയുന്നത് മീൻ സം ഓഫ് സ്ക്വയേഴ്സ് ബിറ്റ്വീൻ ഡിവൈഡഡ് ബൈ മീൻ സം ഓഫ് സ്ക്വയർ വിത്തിൻ ഉള്ളതാണ്. MSB ബൈ MSW ചെയ്യുമ്പോൾ നമുക്ക് F റേഷ്യോ എന്താണെന്നുള്ളത് ഒബ്റ്റെയിൻ ചെയ്യും. 9th സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ടേബിൾ വാല്യൂ ഓഫ് F കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ടേബിൾ വാല്യൂ കാണുമ്പോൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് K-1 N-K എന്നുള്ള ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വെച്ചിട്ട് Fൻ്റെ ടേബിൾ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. സ്റ്റെപ്പ് 10 എന്ന് പറഞ്ഞാൽ ഇഫ് കാൽക്കുലേറ്റഡ് വാല്യൂ ഓഫ് F ഇസ് ലെസ് ദാൻ ദ ടേബിൾ വാല്യൂ നോ എവിഡൻസ് ടു റിജക്ട് ദ ഹൈപ്പോത്തസിസ് ദാറ്റ് ദ പോപ്പുലേഷൻ മീൻസ് ആർ ഈക്വൽ. അപ്പോൾ 10th സ്റ്റെപ്പ് ആയിട്ട് വരുന്നത് എന്താണ്, നമ്മൾ ടേബിൾ വാല്യൂനും കാൽക്കുലേറ്റഡ് Fനെയും നമ്മൾ കമ്പയർ ചെയ്യണം. അപ്പോൾ കാൽക്കുലേറ്റഡ് F എന്ന് പറയുന്നത് ടേബിൾ Fനേക്കാളും കുറവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നൾ ഹൈപ്പോത്തസിസിനെ ആക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ ആക്സെപ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ പോപ്പുലേഷൻ മീൻസ് ആർ ഈക്വൽ എന്ന കൺക്ലൂഷനിലാണ് നമ്മൾ എത്താം. എന്നിട്ട് ഈ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്ത മൊത്തം കാര്യങ്ങൾ നമ്മളൊരു ടേബിളിൽ റെപ്രസെൻ്റ് ചെയ്യും. അതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ ടേബിളിൽ ഫസ്റ്റ് ആണ് സോഴ്സസ്. സെക്കൻഡ് കോളത്തിൽ സം ഓഫ് സ്ക്വയേഴ്സ്, തേർഡ് കോളത്തിൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വരും, ഫോർത്ത് കോളത്തിൽ മീൻ സ്ക്വയറും, ലാസ്റ്റ് കോളത്തിൽ F റേഷ്യോ ആണ് വരാം. അപ്പോൾ ഈ സോഴ്സസ് ആണ് ബിറ്റ്വീൻ സാമ്പിൾസും വിത്തിൻ സാമ്പിൾസും ഉള്ളത്. അപ്പോൾ അതിൻ്റെ സം ഓഫ് സ്ക്വയറിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന SSBയും SSW ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് K-1 N-K എന്നുള്ളതാണ്. മീൻ സ്ക്വയർ എന്ന് പറയുന്നത് MSBയും MSW ആയിട്ട് ഡിനോട്ട് ചെയ്യും. F എന്ന് പറയുന്നത് MSB ബൈ MSW ആണ്. ഇനി ഈ സം ഓഫ് സ്ക്വയറിൻ്റെ ടോട്ടലിനെ നമ്മൾ SST എന്നാണ് ഡിനോട്ട് ചെയ്യുക. അതേപോലെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിന് N-1 എന്നാണ് ഡിനോട്ട് ചെയ്യുക. അപ്പോൾ ഈ മൊത്തം സ്റ്റെപ്പിനെ നമ്മളൊരു ടേബിൾ ഫോർമാറ്റിൽ ആക്കാണ് ചെയ്തത്. നെക്സ്റ്റ് നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം.